Hi friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നേരിലൊന്ന് വന്ന് ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു. അതിന് കാരണമുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഓൾ ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താൽ ഞാനിപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒന്ന് ഓണിൽ ഉണ്ടോ എന്നുള്ളത് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകത എല്ലാം തന്നെ മിക്കവാറും ഒരു ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും വിവാഹം കഴിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് തുടങ്ങിയ കുട്ടികൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. അപ്പോൾ എല്ലാവരുടെയും സൗകര്യാർത്ഥം പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റിൽ അപ്പോൾ കിച്ചൺ ടിപ്സ്, പിന്നെ ഈസി റെസിപ്പീസ്, ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ്, നോൺ വെജ് വിഭവങ്ങൾ, ഫിഷ് റെസിപ്പീസ്, പിക്കിൾ റെസിപ്പീസ്, അങ്ങനെ എല്ലാവിധ ഒരുപാട് കാറ്റഗറി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കാണണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്കുടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് പാല് ഒഴിക്കാതെ നമുക്ക് മോര് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പാല്, മോര് അതൊന്നും ഇല്ലാത്തപ്പോൾ, അല്ലെങ്കിൽ പാല് കഴിക്കാത്തവർ കാണും. അപ്പോൾ പാല് നമുക്ക് അലർജി ഉള്ളവർ, അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാം. അപ്പോൾ വീഡിയോ പൂർണ്ണമായും കാണുക. അപ്പോൾ നമ്മളിവിടെ പാല് തന്നെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ പാലിന് പകരം നമ്മൾ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല ഒരു മുറി തേങ്ങ നല്ലൊരു വലിയൊരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ അടിയിൽ വരുന്ന കറുത്ത പാർട്ട് അതൊന്നും എടുക്കാതിരിക്കുക. അത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു നല്ലൊരു കളറ് കിട്ടില്ല. നല്ല പ്യുവർ വൈറ്റായിട്ട് കിട്ടണമെങ്കിൽ ഈ അടിഭാഗം അത്ര എടുക്കണ്ട. അപ്പോൾ നമ്മൾ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഒരു മുറി, ഒരു വലിയൊരു തേങ്ങയുടെ പകുതി ചിരകി എടുത്തിട്ടുണ്ട്. അടിഭാഗത്ത് വരുന്ന കറുത്ത ആ പാർട്ട് എടുക്കാതിരിക്കുക. നമുക്ക് നല്ല തേങ്ങ നോക്കി സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഒരു പച്ച മാങ്ങ എടുക്കണം. അപ്പോൾ നല്ലൊരു വലിയൊരു സൈസ് മാങ്ങ പുളിക്കനുസരിച്ച്, നമ്മുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു മാങ്ങ തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. നന്നായിട്ട് തൊലി കളയാം. അപ്പം നമ്മൾ മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം മാങ്ങ അരിഞ്ഞതിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്തു. ഇതിനെ നന്നായിട്ടൊന്ന് നമുക്ക് ചെറിയ ജാറിലിട്ടൊന്ന് അരച്ച് എടുക്കാം. അപ്പോൾ നമ്മളിത് ഇതുപോലെ അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാർ എടുക്കാം. എന്നിട്ട് നമ്മൾ ചെറിയ എടുത്ത തേങ്ങ അതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാങ്ങ നമ്മൾ അരച്ചെടുത്തത് അതും കൂടെ ചേർക്കാം. മാങ്ങയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തിളപ്പിച്ച് ആറിയ വെള്ളം ചേർക്കാം. ഒരല്പം ഈ മിക്സിയിൽ കൂടെ ഒഴിച്ച് അതും കൂടെ ഒഴിച്ചെടുക്കാം. തിളപ്പിച്ചാറിയ വെള്ളം
അല്ലെങ്കിൽ നല്ല കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം എടുക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. എന്നിട്ടിത് അരച്ച് എടുക്കാം. അപ്പോൾ മാങ്ങ ലേശം ഒരു മഞ്ഞ കളറായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനൊരു ചെറിയ ഒരു ലൈറ്റ് മഞ്ഞ കളർ വന്നത്. അപ്പോൾ നല്ല പച്ച മാങ്ങയാണെങ്കിൽ അങ്ങനെ വരില്ല. നന്നായിട്ട് വിളഞ്ഞ മാങ്ങയാണ്. അപ്പോൾ അധികം അരയരുത്. നമുക്കിതിൻ്റെ പാലായിരുന്നു. ഇത് നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ച് എടുക്കണം. അപ്പോൾ നമ്മൾ അരിച്ച് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. നല്ല തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളം ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് ഒരു 2 പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കാം. ആ ഒരു മോരിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാം. ഇനി ഇതിൽ നമുക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് ചെറിയ എരിവ് മതി. ഞാനൊരു ചെറിയ കഷ്ണം ചെറിയ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പ് അതുപോലെ പാകത്തിന് ചേർക്കാം. അപ്പോൾ നമ്മൾ കറിവേപ്പിലയും പച്ചമുളകും ഒരു ചെറിയ പച്ചമുളകും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. നമുക്ക് നമ്മുടെ സാധാരണ കിട്ടുന്ന മോര്, പാല് ഒഴിച്ചുള്ള മോര് അല്ലെങ്കിൽ മോര് ഇല്ലാത്തപ്പോഴൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഒരു പാത്രത്തിൽ ഒരു 7 ടേബിൾ സ്പൂൺ ഈ ഒരു സ്പൂണിൽ ടേബിൾ സ്പൂണിൽ 7 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനൊരു 1/4 നാരങ്ങ, ഒരു നാരങ്ങയുടെ ഒരു 1/4 ഭാഗം വരെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുരുവില്ലാതെ ഇതിൽ ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ചു വയ്ക്കാം. നാരങ്ങ നീര് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. നന്നായിട്ട് വന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ എടുത്തിരുന്ന പാൽപ്പൊടി മധുരമുള്ളതാണ്, എവറി ഡേ ആണ്. അതുകൊണ്ട് ചെറിയൊരു മധുരമുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.